السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനപ്പെട്ട ഉമർ വലിയുല്ലാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ രചിച്ച പ്രശസ്ത മദ്ഹ് കാവ്യമായ അല്ലഫൽ അലിഫ് ഖസീദയുടെ അർത്ഥവും വ്യാഖ്യാനവും പഠിക്കുന്ന ക്ലാസിന്റെ 24ാമത്തെ ഭാഗത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബിന്റെ മദ്ഹ് പഠിക്കുന്നതും ആസ്വദിക്കുന്നതും അവനേറെ ഇഷ്ടപ്പെട്ട ഒരു ഇബാദത്താക്കി നമ്മൾ കബൂൽ ചെയ്യട്ടെ. അള്ളാഹുന്റെ റസൂലിന്റെ കൂടെ നാളെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഏവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലഫൽ അലിഫ് ബൈത്തിൽ ഇന്ന് നാം പഠിക്കുന്നത് അറബി അക്ഷരമാലയിലെ ഹാ എന്ന് കൊണ്ടു തുടങ്ങുന്ന വളരെ മനോഹരമായ ഒരു ബൈത്താണ്. ഈ ബൈത്തിൽ ബഹുമാനപ്പെട്ട ഉമർ വലിയുല്ലാഹിൽ ഖാഹിരി തങ്ങൾ തന്നേറെ ഇഷ്ടപ്പെടുന്ന തന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ മനോഹരമായി മദ്ഹ് ചെയ്യുന്നുണ്ട്. ഇതാരും ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് അത് പഠിച്ചു നോക്കാം. മഹാനവറുകൾ പാടുന്നു: ഹാദിൻ ഹുദാഹു ഖദ് ഹദാ മാൻ ഇഖ്തദാ സുബുലൽ ഹുദാ ഹൂദുൻ ശഫീഅൻ ശയ്യബത് ബി ഫസ്തഖിം മാ ലഹാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله محمد رسول الله. ഈ ബൈത്ത് മഹാനവറുകൾ തുടങ്ങുന്നത് തന്നെ ഹാദിൻ എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ നാമം കൊണ്ടാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് പേരുകൾ പല കിതാബുകളിൽ നിന്നും ഒരുമിച്ച് കൂട്ടിയിട്ട് വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽപ്പെട്ട പരിശുദ്ധമായ ഒരു നാമമാണ് ഹാദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുമ്പൊരിക്കലൊരു ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ജസൂലി തങ്ങൾ തന്റെ ദലാലുൽ ഖൈറാത്ത് എന്നുള്ള പ്രസിദ്ധമായ സ്വലാത്തിന്റെ കിതാബിൽ തിങ്കളാഴ്ച ചൊല്ലേണ്ട വിറുദിൽ അസ്മാഉൽ ഹുസ്നയും തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ 200ഓളം നാമങ്ങളും അതിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കാണുന്ന ഒരു പേരാണ് ഹാദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ മുഹ്ദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹുദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ പല അർത്ഥത്തിലുമുള്ള പരിശുദ്ധമായ നാമങ്ങൾ. അപ്പൊ ഹാ എന്നുള്ള വാക്കുകൊണ്ട്, ആ അക്ഷരം കൊണ്ട് തുടങ്ങുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഉമർ വലിയുല്ലാഹിൽ ഖാഹിരി തങ്ങൾ തെരഞ്ഞെടുത്തത് ഹാ കൊണ്ട് ആരംഭിക്കുന്ന ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ നാമം തന്നെയാണ്. അതിനർത്ഥം എന്താണ്? ഹാദിൻ, സന്മാർഗത്തിലേക്ക് നയിക്കുന്നവരായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഹുദാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സന്മാർഗ ദർശനം, അത് ഖദ് ഹദാ, തീർച്ചയായും ഹിദായത്തിലേക്ക് നയിച്ചിരിക്കുന്നു, ഹിദായത്തിലേക്ക് ചേർത്തിയിരിക്കുന്നു. അത് നമുക്കറിയാം. ഒരുപാട് ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ദഅവത്ത് കൊണ്ട്, നബി തങ്ങളുടെ ജീവിതം കൊണ്ട്, നബി തങ്ങളുടെ ഹദീസ് കൊണ്ട്, നബി തങ്ങളുടെ ഒരു നോട്ടം കൊണ്ട്, നബി തങ്ങളുടെ ഒരു വാക്ക് കൊണ്ട്, നബി തങ്ങളെ മറ്റുള്ളവർ ഇങ്ങോട്ട് കണ്ടതുകൊണ്ട്, നബി തങ്ങളുടെ സൽസ്വഭാവം കൊണ്ട് എന്നിങ്ങനെ ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ നബി തങ്ങളെ കൊണ്ട് ഒരുപാട് ആളുകൾ ഹിദായത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ പറയുന്നത് ഖദ് ഹദാ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്മാർഗ ദർശൻ അത് ഹിദായത്തിലേക്ക് നയിച്ചു. ആരെ? മൻ ഇഖ്തദാ, മൻ ഒരുത്തര്, ഒരു കൂട്ടര്. എങ്ങനത്തെ ഒരുത്തരാണ്? ഇഖ്തദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണമായി ഇത്തിബാ ചെയ്ത് നബി തങ്ങളെ ജീവിതത്തിൽ തുടർന്ന് പിൻപറ്റിക്കൊണ്ട് ജീവിച്ചതായ ആളുകൾ. അപ്പൊ യഥാർത്ഥ ഹിദായത്തിലേക്ക്, ഹിദായത്ത് എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക്, മറ്റുള്ള എല്ലാ പിഴച്ച മാർഗത്തിൽ നിന്നും രക്ഷപ്പെട്ട് അത്വരീഖുൽ മൂസിലതു ഇലല്ലാഹ് എന്നാണ്, അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവനാവാൻ വേണ്ടി അതിലേക്ക് നമ്മെ എത്തിക്കുന്നതായ വ്യക്തമായ വളവുകളില്ലാത്ത ഒരു വഴിക്കാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. ആ ഹിദായത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മാർഗദർശനം കൊണ്ടെത്തിച്ചിരിക്കുന്നു, ചേർത്തിയിരിക്കുന്നു. ആരെയാണ്? എല്ലാവരെയുമല്ല. പിന്നെ മൻ ഇഖ്തദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാ ചെയ്ത് ജീവിച്ചവരെ. ഇഖ്തദാ എന്ന് പറഞ്ഞാൽ മൻ ഇത്തബഅ എന്നുള്ള അർത്ഥമാണ് ഇതിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒരാൾ ഇത്തിബാ ചെയ്യുക, ഇഖ്തിദാ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ തഫ്സീൽ പറയുന്നു, അൽ ഇഖ്തിദാഉ, ഇഖ്തിദാ എന്ന് പറഞ്ഞാൽ ഇബാറത്തുൻ അനിൽ ഇൻഖിയാദി വൽ മുവാഫഖതി വഖ്തിഫാഇ അസരി അഹദിൻ എന്നാണ്. അതായത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരാളെ പൂർണ്ണമായി ഓരോ ചവിട്ടടിയിലും അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കാണ്, അതിനാണ് ഇഖ്തിദാ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മഹാനവറുകൾ ഉപയോഗിച്ച വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സന്മാർഗ ദർശനം ഹിദായത്തിലേക്ക് എത്തിക്കുന്നതാണ് ഇനിയും ഖിയാമത്ത് നാൾ വരെ. ആരെയൊക്കെ? മൻ ഇഖ്തദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, നബിത്തങ്ങൾ എങ്ങനെ ജീവിച്ചോ, നബിത്തങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിച്ചോ, നബിത്തങ്ങൾ എങ്ങനെ ഉറങ്ങിയോ, നബിത്തങ്ങൾ എങ്ങനെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റോ, നബിത്തങ്ങൾ എങ്ങനെ കുടുംബജീവിതം നയിച്ചു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പഠിക്കുകയും അതുപോലെ ആ സുന്നത്തുകൾ മുഴുവനും ജീവിതത്തിൽ പകർത്തി നബിത്തങ്ങളെ ഹുബ്ബ് വെച്ച് നബിത്തങ്ങളെ ഇത്തിബാ ചെയ്ത് ജീവിക്കുന്ന ആളുകളെ ആ നബിയുടെ സന്മാർഗ ദർശനം യഥാർത്ഥ റബ്ബിന്റെ സന്നിധിയിലേക്ക് ചേർക്കുന്നതാണ്, ഹിദായത്തിലേക്ക് എത്തിക്കുന്നതാണ്. സുബുലൽ ഹുദ, ഹിദായത്തിന്റെ പല വഴികളിലേക്കും അത് സന്മാർഗം ദർശനം നടത്തിയിരിക്കുന്നു. ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹുദയുണ്ടല്ലോ, അത് ഖദ് ഹദാ, ഹിദായത്തിലേക്ക് നയിച്ചിരിക്കുന്നു. ഏതിലേക്ക് എത്തിച്ചിരിക്കുന്നു? നയിച്ചിരിക്കുന്നു സുബുലൽ ഹുദ, സന്മാർഗത്തിന്റെ ഒരുപാട് വഴികളിലേക്ക്. സുബുല് എന്ന് പറഞ്ഞാൽ സബീല് എന്നുള്ളതിന്റെ ബഹുവചനമാണ് സുബുൽ. അപ്പോ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ പറ്റുന്ന ഏതൊക്കെ വഴികളുണ്ടോ ആ വഴികളിലേക്കൊക്കെ ആ മനുഷ്യനെ അള്ളാഹു എത്തിക്കും. ഏത് മനുഷ്യനെ? അതിനുള്ള വഴി ഏതാണ്? മറ്റുള്ള കുറുക്കുവഴികളൊന്നുമില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാ ചെയ്തുകൊണ്ട് നബിത്തങ്ങൾ ജീവിച്ചതുപോലെ ആ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്തി മഹബ്ബത്തോടെ ജീവിക്കുന്ന ആളുകളാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു തന്നെ പറഞ്ഞത്. ഖുൽ നബിയെ തങ്ങൾ പറഞ്ഞു, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നബിയെ തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും, എന്ത്? നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം? അള്ളാഹുവിന്റെ ഹുബ്ബ് കരസ്ഥമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റി ജീവിക്കുക. എന്നെ ഒഴിവാക്കിയിട്ട് കുറുക്കു വഴിയിലൂടെ അള്ളാഹുവിലേക്ക് എത്താൻ സാധിക്കുകയില്ല. എന്നാൽ യുഹിബ്ബുകുമുല്ലാഹ്, എന്നെ നിങ്ങൾ പിൻപറ്റിക്കഴിഞ്ഞാൽ യുഹിബ്ബുകുമുല്ലാഹ്,
അള്ളാഹു നിങ്ങളെ ഹുബ്ബ് വെക്കും, അള്ളാഹുവിന്റെ ഇഷ്ടദാസനാവാൻ പറ്റും, അള്ളാഹുവിന്റെ മഹബ്ബത്ത് ലഭിക്കും. അത് ലഭിച്ചാൽ പിന്നെ അതിന്റെ അപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹു ഒരാളെ മഹബ്ബത്ത് വെച്ചാൽ, അള്ളാഹുവിന്റെ മഹബീങ്ങൾ പെട്ടാൽ അത് തന്നെ ധാരാളമാണ്, എല്ലാം നേടിയവനാണ്. അത് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? മൻ ഇഖ്തദാ, അള്ളാഹിന്റെ റസൂലിനെ പൂർണ്ണമായി ഇത്തിബാ ചെയ്തവരായിരിക്കണം. അത്തരം ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സന്മാർഗ ദർശനം ഖദ് ഹദാ നയിച്ചിരിക്കുന്നു. ഏതിലേക്ക്? സുബുലൽ ഹുദാ, ഹിദായത്തിന്റെ പല വഴികളിലേക്കും നയിച്ചിരിക്കുന്നു. അത് എതിലെ പോയാലും അവൻ സന്മാർഗത്തിലേക്കെത്തും. അത്തരം വിശാലമായ പല വഴികൾ അള്ളാഹു അവന് തുറന്നു കൊടുക്കുന്നതാണ്. തുടർന്ന് മഹാനവറുകൾ പറയുന്നു, ഹൂദുൻ ഷഫീഅൻ ശയ്യബത് ബി ഫസ്തഖിം മാ ഹാലഹാൽ. ഇത് മറ്റൊരു വിഷയമാണ് പറയുന്നത്. ഹൂദാകുന്നത്, ഇവിടെ ഹൂദ് നബിയല്ല, ഹൂദ് സൂറത്താകുന്നത്. ഷഫീആയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷയ്യബത്ത്, ആ ഹൂദ് സൂറത്ത് നരപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ഷയ്യബത്ത് എന്ന് പറഞ്ഞാൽ മുടി, കറുത്ത മുടി നരച്ച് വെളുപ്പുള്ള നിറമാകുന്നതിനാണെന്ന് പറയുന്നത് ഷയ്യബത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഹൂദ് സൂറത്ത് ഷഫീആയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷയ്യബത്ത്, അത് നരപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. എങ്ങനെ നരപ്പിച്ചു? ബി ഫസ്തഖിം, ആ ഹൂദ് സൂറത്തിലുള്ള ഫസ്തഖിം കമാ ഉമിർത എന്നുള്ള ആയത്തിന്റെ ഭാഗം കൊണ്ട് ഇത് നാം വിവരിക്കുമ്പോൾ മനസ്സിലാവും. ഈ പറയുന്നത് ഒരു സംഭവത്തിലേക്ക് ഉള്ള സൂചനയാണ്. സ്വഹാബികളിൽപ്പെട്ട ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി നരച്ചത് കണ്ടപ്പോൾ നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, തങ്ങളുടെ മുടി നരച്ചുവല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മറുപടിയായിട്ട് പറയുന്നുണ്ട്, ശയ്യബത്തിനി ഹൂദു അഖവാതുഹ, എന്നെ നരപ്പിച്ചു കളഞ്ഞിരിക്കുന്നു ആര്? ഹൂദും അഖവാതുഹ, സൂറത്ത് ഹൂദും അതിന്റെ അഖവാത്തുകളും, അതിന്റെ കൂട്ടുകാരും. അതിന്റെ കൂട്ടുകാരും ഉദ്ദേശിക്കുന്നത് ഇവിടെ മഹാന്മാർ പഠിപ്പിക്കുന്നത് സൂറത്തുൽ വാഖിഅ, അതേപോലെ തന്നെ സൂറത്തുൽ അൽ ഹാഖ, ഇദശംസു കുവിറത് എന്നുള്ള സൂറത്തുകൾ. അപ്പൊ ഇതിലൊക്കെ പ്രത്യേകത എന്താണ്? ഇതിൽ മുൻകഴിഞ്ഞ സമുദായത്തെ അള്ളാഹു നശിപ്പിച്ചതും കഠോരമായ ശിക്ഷ ഇറങ്ങിയതും, അതേപോലെ തന്നെ ഖിയാമത്ത് നാളിനെ കുറിച്ചും പുനർജീവിതത്തെക്കുറിച്ചും സ്വർഗനരകങ്ങളെ കുറിച്ചൊക്കെ അതിൽ വിവരിക്കുന്നത് ഇത്തരം സൂറത്തുകളിലാണ്. അപ്പൊ ഇത്തരം സൂറത്തുകളും ഹൂദും അതിന്റെ കൂടെയുള്ള സൂറത്തുൽ വാഖിഅയും അൽഹാഖയും ഇദശംസു കുവിറത്ത് പോലത്തെ സൂറത്തുകളൊക്കെ എന്നെന്താക്കി? നരപ്പിച്ചു കളഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പൊ അതിൽ ഒരുപാട് ഭയപ്പെടുന്ന, പേടിക്കപ്പെടുന്ന കാര്യങ്ങൾ അള്ളാഹു വിവരിക്കുന്നുണ്ട്. അതൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ എന്റെ മുടികളൊക്കെ എന്തായി? പലതും നരച്ചു പോയിരിക്കുന്നു. അപ്പൊ ഇവിടെ ഹൂദ് സൂറത്തിൽ ഏതായത്താണ് ഉദ്ദേശിക്കുന്നത്? ഫസ്തഖിം കമാ ഉമിർത, നബിയെ തങ്ങൾ ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കണം. കമാ ഉമിർത, തങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് എന്തൊക്കെയുണ്ടോ അത് പൂർണ്ണമായും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട്, ഒന്നും വിട്ടുവീഴ്ചയില്ലാതെ, ഒരു വളവ് തിരിവുകളൊന്നുമില്ലാതെ എപ്പോഴും ദായിമയായിട്ട് തങ്ങളോട് എന്തൊക്കെ അള്ളാഹു കൽപ്പിച്ചോ അതിൽ അടിയുറച്ചുകൊണ്ട് തങ്ങൾ ജീവിക്കണം എന്നുള്ള പല മഹത്തായ അർത്ഥങ്ങളും അടങ്ങുന്ന ഈ ആയത്തങ്ങോട്ട് നബി തങ്ങൾക്ക് ഇറങ്ങിയപ്പോ അതിലുള്ള വിശാലമായ അർത്ഥങ്ങളിലേക്ക് റസൂലുള്ളാഹി മനസ്സിലാക്കിയിട്ട് നബി തങ്ങൾ പേടിച്ചു എന്നാണ്. അതാണ് അവസാനം മാ ഹാലഹാൽ, ഈ ഹൂദ് സൂറത്തിലുള്ള ഫസ്തഖിം കമാ ഉമിർത, നബി തങ്ങളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ തങ്ങൾ എന്താക്കണം? ഇസ്തിഖാമത്തോടെ ജീവിക്കണം എന്നാണ്. എന്നുള്ള ആയത്തിറങ്ങിയപ്പോ മാ ഹാലഹാൽ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേടിക്കേണ്ടതൊക്കെ പേടിച്ചുപോയി, ഭയപ്പെടേണ്ടതൊക്കെ ഭയപ്പെട്ടുപോയി. മാ ഹാല ഹാൽ, അവിടെ ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ അതിൽ ചിന്തിച്ചുകൊണ്ട് അതിലുള്ള ഭയാനതയെക്കുറിച്ച് ഓർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
പെട്ടെന്നൊരു പേടിയും ഒരു ഭയപ്പാടുമുണ്ടായി. ആ കാരണം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മുടി പോലും നരച്ചുപോയത് എന്നാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൂദ് സൂറത്ത് നരപ്പിച്ചു കളഞ്ഞിരിക്കുന്നു എന്നുള്ള സംഭവം മഹാനവറുകൾ പറയുമ്പോൾ ഹൂദുൻ ഷഫീഅൻ, അവിടെ റസൂലൻ എന്നോ അല്ലെങ്കിൽ നബിയൻ എന്നോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു പേരിനെ പറയാതെ ഹൂദ് സൂറത്ത് ഷഫീആയ നബിയെ നരപ്പിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു അർത്ഥത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത്. കണ്ടോ, മഹാന്മാരുടെ ആ ഒരു കഴിവാണ്. എന്താണ് ഷഫീഅ് എന്ന് പറഞ്ഞാൽ? നാളെ ആഖിറത്തിൽ മഹ്ശറാവൻസഭയിൽ കോടാനുകോടി ആളുകൾ ഭയപ്പെട്ട് നിലവിളിച്ച് അവിടെ കഴിഞ്ഞുകൂടുന്ന സമയത്ത് വളരെ ധൈര്യത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിന്റെ മുമ്പിലേക്ക് പോയിട്ട് അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യാനും അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്തുകൊണ്ട്, ഏറ്റവും വലിയ ശഫാഅത്ത് നബി തങ്ങൾക്ക് മാത്രമുള്ള ഒരു അവകാശമാണ് ശഫാഅത്തുൽ ഉള്മ, ഏറ്റവും വലിയ ശഫാഅത്ത് എന്നുള്ളത്. അതായത് ആ മഹ്ശറാവൻ സഭയിൽ നിൽക്കുന്ന ആളുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾ അവര് നിന്ന് വിഷമിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന സമയത്ത് ഇവിടെ ഈ മഹ്ശറയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു, സ്വർഗത്തിലേക്കെങ്കിൽ സ്വർഗത്തിൽ, നരകത്തിലേക്കെങ്കിൽ നരകത്തിലേക്ക്, എവിടെയാണെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് ആളുകൾ ചിന്തിക്കുന്ന ആ സമയത്ത് ആ വിഷമം കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിസാബ് തുടങ്ങാൻ വേണ്ടി അള്ളാഹുവിനോട് അഭ്യർത്ഥിക്കുന്ന, അപേക്ഷിക്കുന്ന വലിയൊരു ശഫാഅത്താണ് ശഫാഅത്തുൽ ഉദ്മ. അതെല്ലാവർക്കും അതുകൊണ്ടുള്ള ഫലം ലഭിക്കുന്നു. അത്തരം ഒരുപാട് ശഫാഅത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. അത് മുമ്പൊരു ബൈത്തിന്റെ വ്യാഖ്യാനത്തിൽ നമ്മൾ വിവരിച്ചിട്ടുണ്ട്. വലഹു ശഫാഅത്തുൻ മിൻഹാ അശ്ശഫാഅത്തു ഫീ ഫസ്ലുൽ ഖളാഇ. ഈ മഹ്ശറാ വൻസഭയിൽ നബി തങ്ങൾ നടത്തുന്ന വലിയൊരു ശഫാഅത്താണ്. അത് ഈ കോടാനുകോടി വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും അതുകൊണ്ടുള്ള ഉപകാരം ലഭിക്കും. അതാണ് വഹിയ ശഫാഅത്തുൽ ഉദ്മാ. ശഫാഅത്തുൽ ഉദ്മയാണത് എന്നാണ് മഹാന്മാർ ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത്. ഏറ്റവും വലിയ ശഫാഅത്ത് റസൂലുള്ളാഹിക്ക് മാത്രമാണ് അതിനുള്ള അവകാശമുള്ളത്. അപ്പൊ ഷഫീആയ നബി ഇത്രയും വിലയുള്ള, ഇത്രയും സ്ഥാനമാനങ്ങളുള്ള, നാളെ മഹ്ശറാ വൻസഭയിൽ എല്ലാവരും ഭയപ്പെടുന്ന സമയത്ത് എന്നല്ല, മറ്റുള്ള അംബിയാ മുർസലീങ്ങൾ പോലും, മറ്റുള്ള ഉമ്മത്തുകൾ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് തേടിയിട്ട് അവിടെ നടക്കുന്ന സമയത്ത് അത്രയും പവറുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം പോലും തുറക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൾ കൊണ്ടാണെന്നല്ലോ നമ്മൾ പഠിച്ചത്. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും എന്തായിട്ടുണ്ട്, അത്രയും സ്ഥാനങ്ങളുണ്ടായിട്ടും സമാധാനിച്ചിരുന്നില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഈ ഒരു ആയത്തിന്റെ ഒരു കഷ്ണം റസൂലുള്ളാഹിക്ക് ഇറങ്ങിയപ്പോ അതിൽ ചിന്തിച്ചുകൊണ്ട്, പേടിയുടെ കാഠിന്യം കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ മുടി പോലും നരച്ചുപോയിട്ടുണ്ട്. നമ്മൾക്കൊക്കെ നരവാദിക്കുന്നത് ദുനിയാവിന്റെ ടെൻഷനിലായിരിക്കും. മക്കളെ കെട്ടിക്കണം, അതേപോലെ തന്നെ വീടുണ്ടാക്കി കടം വീടണം, കച്ചവടമൊക്കെ കൊറോണയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, വളരെ നഷ്ടം വന്നിട്ടുണ്ട്, ഇനി എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഊണിലും ഉറക്കലുമൊക്കെ ദുനിയാവുമായി കെട്ടിമറിഞ്ഞ് അതിൽ ചിന്തിച്ച് ഊണുറക്കമില്ലാതെ തലമുടി നിരക്കുന്ന, താടിമുടി നിരക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. എന്നാൽ നേരെ തിരിച്ച് നമുക്കൊക്കെ ചിന്തിക്കാനുള്ള ബൈത്താണിത്. അള്ളാഹിന്റെ റസൂല് സ്വർഗം കിട്ടുമെന്ന് ഉറപ്പായിട്ട് പോലും, സ്വർഗം തുറക്കുന്നത് പോലും ഹബീബാ നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മഹ്ശറാ വൻസഭയിൽ ലക്ഷക്കണക്കിന് ആളുകളെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുത്തുന്ന നബി, അതിനുള്ള അധികാരം അള്ളാഹു കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് പോലും റസൂലുള്ളാഹിക്കൊന്നും സമാധാനം ഉണ്ടായിട്ടില്ല. ഖുർആനിന്റെ ചില ഭാഗങ്ങള് ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് വഹി അറിയിക്കുന്ന സമയത്ത് അതിൽ പേടിച്ചുകൊണ്ട് നബി തങ്ങളുടെ മുടി പോലും നരച്ചു പോയിരിക്കുന്നു. മറ്റൊരു മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടപ്പോ മഹാനവറുകള് നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് റുവിയ അൻക അന്നക ഖുൽത ശയ്യബ്തനി ഹൂദൻ. നബിയെ, തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസ് ഞാൻ കണ്ടു. അതിൽ തങ്ങൾ പറയുന്നുണ്ട്, ശയ്യബത്തിനി ഹൂദുൻ, ഹൂദ് സൂറത്ത് എന്നെ നരപ്പിച്ചു കളഞ്ഞു.
അതുകൊണ്ട് നബിയെ ഫമല്ലദീ ശയ്യബക ഫീഹ, എന്താണ് ആ ഹൂദ് സൂറത്തിലുള്ള വിഷയം തങ്ങളെ നിരപ്പിച്ചു കളഞ്ഞത്? അതിൽ ഖസസുൽ അംബിയായി, അംബിയാക്കളുടെ കഥകളാണോ, അല്ലെങ്കിൽ മുൻകഴിഞ്ഞുപോയ ഉമ്മത്തുകളുടെ ഹലാക്കിനെ കുറിച്ച് പറയുന്ന സംഭവങ്ങളാണോ? ഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു മറുപടിയായിട്ട്, വലാകിൻ ഖൗലുഹു തആല ഫസ്തഖിം കമാ ഉമിർത, തങ്ങളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ ഒരു വളവ് തിരിവുകളൊന്നുമില്ലാതെ, ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ തങ്ങൾ ഇസ്തിഖാമത്തിലായി ജീവിക്കണം എന്നുള്ള ഈ ആയത്തിറങ്ങിയപ്പോഴാണ്, ആ ആയത്താണ് എന്നെന്താക്കിയത്, വല്ലാതെ പേടിപ്പിച്ചു കളഞ്ഞത്. അത് കാരണമാണ് എന്റെ ചില മുടികളൊക്കെ നരച്ചുപോയത് എന്ന് ചില മഹാന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടപ്പോ നബി തങ്ങള് മറുപടി പറഞ്ഞു. അപ്പോ അള്ളാന്റെ ഔലിയാക്കളിലും ഈ കാര്യം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇസ്തിഖാമത്ത് എന്നുള്ളത് ചില മഹാന്മാർ പറയുന്നു, ഒരു അണുമണിത്തൂക്കം ഇസ്തിഖാമത്ത് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഖൈറും മിൻ അൽഫി കറാമത്തിൻ, അയാളുടെ ജീവിതത്തിൽ 1000 കറാമത്ത് പ്രകടമാകുന്നതിനേക്കാളും ഖൈറാണ്. ഉണ്ടോ? 1000 കറാമത്തുകൾ ഇങ്ങനെ ജീവിതത്തിൽ ജനങ്ങളൊക്കെ അത്ഭുതപ്പെടുന്ന രീതിയിൽ കാണിക്കുന്നതിനേക്കാളും ഉത്തമമായതാണ്. അതൊന്നും ഇല്ലെങ്കിലും, ഒരു കറാമത്തില്ലെങ്കിലും ഇസ്തിഖാമത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടോ, അത് അള്ളാഹു കൽപ്പിക്കുന്ന, അള്ളാഹിന്റെ റസൂല് കൽപ്പിക്കുന്ന അതേപോലെ ജീവിക്കുക. എന്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നാലും അതിൽ നിന്ന് ഒരു അണുമണിത്തൂക്കം വിട്ടുവീഴ്ചയില്ലാതെ ശറഈന്റെ അതേ നിയമത്തിൽ ജീവിക്കുന്ന ആളുകളാണ്, ഒന്നിനും തെറ്റാതെ ജീവിക്കുന്ന ആളുകൾ. അവരാണ് ഏറ്റവും വലിയ വലിയ ഇസ്തിഖാമത്തുള്ളവർ. അവിടെ അൽഫ് കറാമത്ത്, 1000 കറാമത്ത് കാണിക്കുന്നതിനേക്കാളും ഖൈറാണ്. ചില മഹാന്മാരുടെ അടുത്തേക്ക് വന്നിട്ട് ചില ആൾക്കാർ പറഞ്ഞു, ഇന്ന ആളുകൾ ഫുലാനുൻ യംഷി അൽമായി, ഒരാള് ഭയങ്കര അത്ഭുതം കാണിക്കുന്നുണ്ട്, വെള്ളത്തിലൂടെ നടക്കുന്നുണ്ട്, വെള്ളത്തിന്റെ മുകളിലൂടെ താഴാതെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ മഹാൻ പറഞ്ഞു, കദാലിക്കൽ ലഫ്ദു, അതെന്താ ഇപ്പൊ അത്ഭുതം, തവളയും അതേപോലെ തന്നെ വെള്ളത്തിൽ താഴാതെ ഇങ്ങനെ നടക്കുന്നതാണെന്നില്ലേ. അപ്പോൾ പറഞ്ഞു, പിന്നെ ഒരാളെ കുറിച്ച് പറഞ്ഞു, ഫുലാനുൻ യത്വീറു ഫിൽ ഹവായി, അവൻ വായുവിലൂടെ എന്താക്കുന്നുണ്ട്, പറക്കുന്നുണ്ട്. വല്ലാത്തൊരു കറാമ, വലിയൊരു അത്ഭുതമാണ്. വലിയൊരു മഹാനെ പോലെ അവരിങ്ങനെ വിവരിക്കുന്നു. അപ്പോൾ ഈ മഹാൻ പറഞ്ഞു, അതിൽ എന്താണ് അത്ഭുതപ്പെടാനുള്ളത്? കദാലിക സുബാബു, വായുവിലൂടെ ഈച്ച പറക്കുന്നില്ലേ, അപ്പൊ ഈച്ച വല്ല മഹാനാണെന്ന്. സുമ്മ ഖീല, പിന്നെ പറയപ്പെട്ടു, ഫുലാനുൻ യജീഉ മിനൽ മശ്രിഖി ഇലൽ മഗ്രിബി ഫീ സഅത്തിൻ, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്, അല്ലെങ്കിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പെട്ടെന്ന് ഒരു മനുഷ്യൻ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മഹാൻ പറഞ്ഞു, അതിലെന്ത് അത്ഭുതപ്പെടാൻ, വകദാലിക ശൈത്താൻ, ശൈത്താൻ അങ്ങനെ എത്ര പെട്ടെന്ന് ഞൊടിയിടയിൽ എവിടൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും ഒരാൾ മഹാനാണെന്നില്ല. പിന്നെ അപ്പോൾ ചോദിക്കപ്പെട്ടു, പിന്നെ എങ്ങനെയാണ് ഒരു മഹാനെ തിരിച്ചറിയുക? അപ്പോൾ പറഞ്ഞു, അൽ ഇസ്തിഖാമത്തു ഫിദ്ദീൻ, ദീനിൽ ഇസ്തിഖാമത്തോടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ദീന് കൈവിടാതെ, ഏത് ബുദ്ധിമുട്ട് വന്നാലും അള്ളാന്റെ ദീന് കൈവിടാതെ, അള്ളാന്റെ റസൂലിനെ കൈവിടാതെ ഇസ്തിഖാമത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ, അവനാണ് ഏറ്റവും വലിയ മഹാൻ. ഇതൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങളും ഒരുപാട് ഉപദേശങ്ങളും ചിന്തിക്കുന്നവർക്ക് ആഴത്തിലേക്ക് പഠിക്കാനുതകുന്ന പല മെസ്സേജുകളും മഹാനവറുകൾ ഈ ചെറിയൊരു വരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹോടുകൂടി തന്നെ നമുക്ക് ഒരുപാട് ഇൽമിലേക്കുള്ള കവാടങ്ങൾ തുറന്നുകൊണ്ടാണ് മഹാനവറുകൾ ഈ ബൈത്ത് അവസാനിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഇതേപോലെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അള്ളാഹിന്റെ റസൂലിന്റെ ആ ശഫാഅത്തുൽ ഉളമ കൊണ്ടും പ്രത്യേകമായ പല ശഫാഅത്തുകളെ കൊണ്ടും നമുക്ക് രക്ഷപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹിന്റെ റസൂലിന്റെ മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലാനും, റസൂലുള്ളാഹിനെ ഖൽബ് കൊണ്ട് മഹബത്ത് വെക്കാനും, റസൂലുള്ളാഹിനെ പൂർണ്ണമായി ഇത്തിബാ ചെയ്തുകൊണ്ട് മനിഖ്തദ എന്ന് പറഞ്ഞ ആ ഇഖ്തിദാ പൂർണ്ണമായി ജീവിതത്തിൽ കൊണ്ടുവന്ന് നിബിത്തങ്ങൾ ജീവിച്ച പോലെ ജീവിക്കാനും, അതേപോലെ തന്നെ നിബിത്തങ്ങളുടെ ഇഷ്ടം കരസ്ഥമാക്കുവാനും, അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ
وسلام على المرسلين والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.